അസ്സലാമലൈക്കും. ഇന്ന് രാവിലെ എണീറ്റ് വരുന്ന വരവാണ് കേട്ടോ. ഷീക്കാക്ക് തിരിച്ച് പോകാനായിട്ടാണ് വർക്കിന്. അപ്പോൾ എൻ്റെ റൂബി ഒരു കത്ത്. അപ്പോൾ രാവിലെ അതിന് വിശന്നിട്ടാണ് തോന്നുന്നത്. പിന്നെ രാവിലെ വന്ന് നോക്കണു, ഇവിടെയൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഇന്നലെ കഴിച്ചത് എന്താ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഛർദ്ദിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ അവനെ മാറ്റി കെട്ടിയിട്ട് അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നോക്കണു. പിന്നെ പുറത്ത് വന്ന് നോക്കണു, മുരിങ്ങക്കൊമ്പ് അങ്ങനെ പുഴങ്ങിയിട്ട് അങ്ങനെ വീണിരിക്കുന്നു കേട്ടോ. ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അതൊക്കെ ഷീക്കൊന്ന് വെട്ടി മാറ്റി തന്നു കേട്ടോ. പിന്നെ റൂബിക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റൂബിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവൻ്റെ പാത്രമൊക്കെ ഇതാക്കി അവനക്ക് മൂത്രമൊഴിക്കാനുള്ള മണലും എല്ലാം മാറ്റി കൊടുത്തിട്ട് പിന്നെ അവനക്ക് ഫുഡ് കൊടുത്തിട്ട് അവൻ്റെ കാര്യം ഫസ്റ്റ് നോക്കിയിട്ടോ. അവനെ ഒതുക്കി നിർത്തിയിട്ട് പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിട്ടോ. പിന്നെ ഞാൻ റീനു എണീറ്റ് വന്നപ്പോൾ റീനു ഇപ്പോൾ സ്കൂളിലേക്ക് വിടുന്നില്ല കേട്ടോ അവനെ. കുറച്ച് ദിവസമായിട്ട് അവനക്ക് എപ്പോൾ നോക്കിയ ഈ കഫക്കെട്ടും ജലദോഷമൊക്കെ ആയിട്ട് പനിയൊക്കെ ആയിട്ട് ഇപ്പോൾ സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് പോയിട്ടില്ല. അപ്പോൾ സ്കൂളിലേക്ക് 2 ദിവസം പോകും, പിന്നെ വയ്യാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്കൂളിലേക്ക് കുറേ ഇതായിട്ട് പോയിട്ടില്ല കേട്ടോ. മാറണമില്ല വയ്യാക. പിന്നെ അങ്ങനെ മുരിങ്ങ അവിടെ വെട്ടിയപ്പോൾ കുറച്ച് തൂമ്പ് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടോ. കുറേ ആയി വെള്ളത്തിൽ ഇങ്ങനെ മുരിങ്ങ താളിച്ചിട്ട്. അപ്പോൾ ഇന്ന് താളിക്കാച്ചിട്ട് ഞാനത് വലിച്ചു വെച്ചിട്ടോ. അപ്പോൾ ഷീക്ക പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഷീക്കാക്കും എനിക്ക് ചായ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ദോശമാവുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ദോശ ഇട്ട് കൊടുക്കുക വെച്ചിട്ട് പിന്നെ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ചൂടാക്കി ചായയുമായിട്ടോ. അപ്പോൾ ഷീക്ക കുളിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ ദോശ ചുട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഷീക്കാക്ക് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത് ഇഷ്ടമല്ല. കൊളസ്ട്രോളും അങ്ങനെ ഉള്ളതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കില്ല. പിന്നെ ദോശ കിട്ടിട്ടോ. ഇല്ലെങ്കിൽ ഷീക്കാക്ക് ദോശ ഇട്ട കല്ലിൽ നിന്ന് എടുക്കാനേ കിട്ടില്ല കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾക്കൊക്കെ ദോശ ഇടുമ്പോൾ നല്ല രീതിയിൽ വരും. ഷീക്കാക്ക് ദോശ ഇടുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. ഇന്നിതാ ഷീക്കാക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ബാഗറിന് കുറച്ച് തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ പൊന്തണമില്ല അവനക്ക്. പിന്നെ ഷീക്കാനെ വെറുപ്പിച്ചുകൊണ്ട് നടക്കാൻ കേട്ടോ അവനക്ക് പണി എപ്പോഴും. എന്നാൽ ഷീക്ക തല്ലില്ല കേട്ടോ. ഭയങ്കര ക്ഷമയാണ്. ഞാനൊക്കെ ആണെങ്കിൽ തല്ലും, ഷീക്ക തല്ലില്ല കേട്ടോ. എന്ത് കാണിച്ചാലും കുട്ടികൾ എന്ത് കാണിച്ചാലും തല്ലില്ല. അപ്പോൾ സോനു സ്കൂളിൽ പോകാൻ റെഡിയായി, ഷീക്ക പോകാൻ റെഡിയാവണം. പിന്നെ അങ്ങനെ സോനു സ്കൂളിൽ പോയി ഇറങ്ങിട്ടോ. പിന്നെ ഷീക്ക ഇറങ്ങണം കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നല്ലപോലെ ഇരിക്കും. പിന്നെ ഞങ്ങളെപ്പോഴും വഴക്ക് തന്നെ കേട്ടോ. വഴക്കൂടി പോകുമ്പോൾ ഒരു പാവം തോന്നും. വീട്ടിലിരുന്ന വഴക്ക് കൂടിയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞിട്ട് വരും കേട്ടോ. പിന്നെ ഒരാഴ്ച ഇരിക്കും. പിന്നെ അന്ന് പോയി ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ഇപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കണം, ചോറുണ്ടാക്കണം, കറി വെക്കണം. അപ്പോൾ ഇന്നലെ കുഞ്ഞമത്തി മേടിച്ചതുണ്ടായിരുന്നു, പൊരിച്ചതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുരിങ്ങ താളിച്ച നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ മുരിങ്ങ താളിപ്പ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കും റിനുവിന് എരിവൊന്നും ഉണ്ടാകാൻ കൊടുക്കാൻ നല്ല രസമാണ്. മക്കൾക്കൊന്നും ഇഷ്ടപ്പെടില്ല, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഷീക്ക കൊണ്ടുവന്നാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എടുത്ത് കൈ കൊടുത്താലേ ഇവർ കഴിക്കുള്ളൂ. അത് എടുത്ത് കഴിക്കൽ പരിപാടിയൊന്നുമില്ല ഒരു സാധനം. പിന്നെ അത് വെച്ചോടത്ത് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് ഇങ്ങനെ കയ്യിൽ കൊടുത്ത് ഓരോന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവരതങ്ങനെ കഴിക്കും കേട്ടോ. പിന്നെ റീനുവിനെ കുളിപ്പിക്കാൻ വെള്ളം വെച്ച് പിന്നെ മുരിങ്ങ താളിപ്പിന് ഞാൻ കഞ്ഞിൻ്റെ വെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നെ അതിന് മുരിങ്ങൻ്റെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല ടേസ്റ്റാണ് അത്. ചോറ് നിറയെ ചോറ് ഒഴിക്കാം കേട്ടോ. പിന്നെ അടിച്ചു വാരലും ഒതുക്കലും പിന്നെ തുണിയൊക്കെ മെഷീനിലിട്ടിട്ടോ. പിന്നെ റീനു ഇങ്ങനെ ഇടയ്ക്ക് അച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഇവനക്ക് ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവനും ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ ഞാനത് തിളച്ച് മുരിങ്ങൻ്റെ ഇല ഇട്ട് പിന്നെ അത് തിളച്ച് വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പ പണിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ ഞങ്ങളുടെ ലൈഫ്. പിന്നെ അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.